പറയാ ഇച്ചിട്ട് അവമാനിക്കാന്ന് പോലെയാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് ഫിസിക്കലായിട്ട് എന്നെ ഒരുപാട് എന്നെ യുനോ ടച്ച് ചെയ്തിട്ടുണ്ട്. സോ യുനോ അത് മാത്രല്ല അത് ഒരു ഇപ്പൊ എന്താ ഞാൻ പറയാ ലൈക് റിയലി അണ്ടർ ഷോക്ക്. എനിക്ക് ആ ഷോക്കില് ഞാനിപ്പോ ഇപ്പോഴാണ് കൊല്ലത്തിന് ഇറങ്ങിയിട്ട് ഞാൻ പോണത് തിരിച്ച്. ഷോക്കിലുണ്ടായിരുന്നു, വിശ്വസിക്കാൻ പറ്റില്ല. ഞാനൊരു ഇത്ര വലിയൊരു നല്ലൊരു എന്താ പറയാ ആഘോഷമുള്ള സമയത്താണ് അവിടെ സീൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഒരു പരിധി കഴിഞ്ഞപ്പോ എനിക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടിയിൽ ഇരുന്നിട്ട് ഞാൻ മീൻസ് ഐ വാസ് സോ ഷോക്ക്. ഞാൻ ഇങ്ങനെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയ ഒരു ഇതില്ല. അതും ഒരു കേരള പിറവി ദിവസമാണ് ഇങ്ങനത്തെ ഒരു ഇതായത്. സോ ഐ എം ലൈക് റിയലി ഷോക്ക്ഡ്. വേദിയിൽ വെച്ചായിരുന്നു സംഭവം? വേദിയിൽ വരയ്ക്കും സംഭവം, വണ്ടിന്ന് വേദി വരയ്ക്കും. ആളുടെ പേര് വെളിപ്പെടുത്താൻ കഴിയുമോ? ഒന്നുമില്ല, നത്തിങ് മോർ. പ്രതികരിച്ചില്ലേ അപ്പോൾ? അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് മാനം മര്യാദക്ക് ഞാൻ വിചാരിച്ചു അങ്ങനെ യുനോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത് അവിടെയുള്ള ആരുടെയെങ്കിലും അടുത്ത് പറഞ്ഞു, ഇക്കാര്യം അറിയിച്ചോ? യെസ്, ഞാൻ കളക്ടർ സാറിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എന്നെ കൊല്ലം ഡിസ്ട്രിക്ട് കളക്ടർ സാറാണ് അവിടെ ഇൻവൈറ്റ് ചെയ്ത് ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് നത്തിങ് എൽസ് ടു സേ. പേര് വെളിപ്പെടുത്തുന്നില്ല, മുതിർന്ന രാഷ്ട്രീയ നേതാവല്ലേ? നത്തിങ്, നോ കമന്റ്സ്. ഓക്കെ. പോലീസിൽ പരാതി നൽകുന്നുണ്ടോ? ഒന്നും പറയാനില്ല. നോ കമന്റ്സ് പ്ലീസ്, നോ കമന്റ്സ് പ്ലീസ്. പരാതി നൽകേണ്ടതല്ലേ? നോ കമന്റ്സ് റൈറ്റ് നോ, നോ കമന്റ്സ്. അങ്ങനെ മാതൃകയാവേണ്ടേ ശ്രീമതി ശ്വേതാ മേനോൻ? താങ്കളെ പോലുള്ളവർ പരാതി നൽകി മാതൃകയാവുകയല്ലേ ചെയ്യേണ്ടത് ഇതുപോലുള്ള വിഷയങ്ങളിൽ? ഇപ്പൊ ഒരു യുനോ വ്യക്തി എന്ന നിലയിൽ ഞാൻ റിയലി ഒരു ഷോക്കിലാണ്. ഇപ്പൊ മാതൃകയാണോന്ന് ചോദിച്ചാല് ഇപ്പൊ ആ മൂഡിലല്ല ഞാന്. സോ യുനോ ഐ എം ജസ്റ്റ് അണ്ടർ വെരി ബിഗ് ഷോക്ക്. പ്ലീസ് ഈ സമയത്ത് ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു വാക്കുകളൊന്നും പറയരുത്. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനൊന്നും ഇപ്പോ ഞാൻ ആ ഒരു മനസ്സിലല്ല ഞാനൊരു ഒന്ന് പ്ലീസ് മനസ്സിലാക്കും. ശ്രീമതി ശ്വേതാ മേനോൻ, താങ്കളെ പോലുള്ളവർ ഇങ്ങനെ അതും പ്രമുഖ രാഷ്ട്രീയ നേതാവിൽ നിന്ന് നേരിടുമ്പോൾ ഇവിടുത്തെ സാധാരണ ആൾക്കാരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കേണ്ടതല്ലേ ഈ ഒരു സംഭവത്തിലൂടെ? ഞാൻ അതുകൊണ്ടാണ് ഇത് ഈ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വന്നത്. ബിക്കോസ് ഒന്നുമില്ലെങ്കിലും എന്റെ കൂടെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ പെൺകുട്ടീന്റെ കൂടെ എന്താ നടക്കണമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ അതാണെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാനും കുറച്ച് സമയം എടുത്തത് ഈ ഒരു ന്യൂസ് പുറത്ത് വിടണോ ഇല്ലേന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു എന്റെ കൂടെ ഇത് നടക്കണ്ടെങ്കിൽ സാധാരണ പെൺകുട്ടികളുടെ കൂടെ എന്താണ് നടക്കണ്ടാവാൻ ദൈവത്തിനെ അറിയുള്ളൂ. സമൂഹത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഇതിനെതിരെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിക്കുക, പോരാടുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് അറിയിക്കേണ്ടതുണ്ട്. ഇന്ന് പറയുന്നില്ല, പക്ഷേ വരും ദിവസം ആ പേര് വെളിപ്പെടുത്തേണ്ടി വരും അല്ലേ ശ്വേതാ മേനോൻ? സ്വാഭാവികമായും. നോ കമന്റ്സ്. ഇത് കളക്ടറുടെ അടുത്ത് മാത്രമോ അവിടെ ഉണ്ടായിരുന്ന വേദിയിൽ ഉണ്ടായിരുന്ന മറ്റാൾക്കാരുടെ അടുത്ത് ഈ കാര്യം അറിയിച്ചിട്ടുണ്ടോ? ഞാൻ കളക്ടർ സാറിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് പേഴ്സണലി ആയിട്ട്. ഇതേ പാർട്ടിയിലുള്ള, പേര് പറയുന്നില്ല, ഈ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഉന്നതരുമായിട്ട് ശ്വേതാ മേനോന് ടെലിഫോൺ ലൈനിൽ സംസാരിക്കാനുള്ള ബന്ധമുണ്ട്. അവരെ ഈ കാര്യം അറിയിക്കുമോ? ഞാൻ കളക്ടർ സാറിനോട് അല്ലാതെ ഞാൻ ആരുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ബിക്കോസ് അവരാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. അവരുടെ ഗസ്റ്റ് ആയിട്ടാണ് ഞാൻ കൊല്ലത്ത് പോയത്. അവരോട് തന്നെ തുറന്നു പറയാൻ തയ്യാറായില്ലേ ശ്രീമതി ശ്വേതാ മേനോൻ? അവസരത്തിൽ പ്രതികരിച്ചില്ലേ? ഞാൻ അവരോട് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് കളക്ടറോട് പറഞ്ഞാൽ സ്വാഭാവികമായും കളക്ടർ കേസെടുക്കുമല്ലോ. ആ ഒരു വിശ്വാസം ശ്വേതാ മേനോനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എനിക്ക് ലോലും മുള്ളല്ലാതെ വേറെ ആരുടെ മുള്ള എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറയുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിന്റെ അടുത്ത്. നൗ ഇറ്റ്സ് ഓൾ അപ് ടു ഹിം. സ്വാഭാവികമായും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയാണ് കളക്ടർ. സ്വാഭാവികമായും അദ്ദേഹം കേസ് എടുക്കേണ്ടതാണ്. ആ കേസ് എടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷ, വിശ്വാസം ശ്വേതാ മേനോനുണ്ട്. ഞാൻ അത്ര ആലോചിച്ചിട്ടില്ല. അങ്ങനെ കേസ് എടുത്തു കഴിഞ്ഞാൽ ശ്വേതാ മേനോൻ സാക്ഷി പറയുമോ? സത്യം മാത്രമേ പറയുള്ളൂ. അപ്പോൾ സത്യം സംഭവിച്ചത് എന്താണെന്ന് സ്വാഭാവികമായും അപ്പോൾ പറയും. ഇപ്പൊ പറയുന്ന പോലെ അപ്പോഴും പറയും.
ശ്രീമതി ശ്വേത മേനോൻ, അവസാനമായി ബുദ്ധിമുട്ടിക്കുന്നില്ല, ഈ സംഭവം പുറം ലോകം അറിയേണ്ടതല്ലേ? ഇത്തരക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതല്ലേ? പേര് പറഞ്ഞു തന്നെ. കൊല്ലം ജില്ലാ കളക്ടർ മോഹനൻ ഈ വാർത്തയോട് പ്രതികരിക്കാൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മോഹനൻ, ഇത്തരത്തിൽ ഒരു പരാതി ശ്വേത മേനോൻ താങ്കളെ അറിയിച്ചിട്ടുണ്ടോ? ശ്വേത മേനോൻ എല്ലാവരും ഞങ്ങള് സംഘാടക സമിതി കൂടി തീരുമാനിച്ചാണ് മേഡത്തിനെ ഞങ്ങള് സെലിബ്രിറ്റി ഗസ്റ്റാണ് ക്ഷണിച്ചത്. അപ്പൊ വന്നു, വളരെ ഹാപ്പി ആയിട്ട് വന്നു, പാട്ട് പാടി. അപ്പൊ മോൾക്ക് ഇപ്പൊ 1 വയസ്സായി, അതുകൊണ്ടാണ് 1 വയസ്സായുള്ളത്, അതുകൊണ്ടാണ് കൊണ്ടുവരാതിരുന്നത്. 2 വർഷം കഴിയുമ്പോ എന്റെ മോൾക്ക് 3 വയസ്സാവും. അപ്പൊ കുട്ടി വലുതാവും, അപ്പൊ മോളെ കൂടി അന്ന് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് പാട്ടുമൊക്കെ പാടി. തന്നെല്ലാം വേദി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നത്. അവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നു. തന്നെല്ലാം സീനിയർ നേതാക്കന്മാരും ജനപ്രതിനിധികളും സീനിയർ ഓഫീസേഴ്സും മാത്രമാണ് സ്റ്റേയിലുണ്ടായിരുന്നത്. പോലീസ് ഒരു സെക്കൻഡ്, സീനിയർ നേതാക്കന്മാരും ജനപ്രതിനിധികളും സീനിയർ ഓഫീസേഴ്സും മാത്രമാണ് സ്റ്റേയിലുണ്ടായിരുന്നത്. പോലീസ് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്തേ. ഹലോ. അപ്പൊ അങ്ങനെ ഒന്നും വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്. ഞാൻ തന്നെ വേദിയിൽ നിന്ന് പുറത്തു പോയി ഫ്രീ ഓഫ് ചെയ്തു. പരാതി എന്ന നിലയിൽ അല്ലെങ്കിലും വ്യക്തി എന്ന നിലയിൽ താൻ ഈ കാര്യം കളക്ടറെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ശ്വേത അല്പസമയം മുൻപ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ഒരു പരാതി എന്നല്ലെങ്കിലും ഒരു കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ. അവിടെ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നില്ല.